ഏതൊരു ഫോൾഡറും തുറന്നു വരുമ്പോൾ ആ ഫോൾഡറിൻ്റെ ഹെഡിങ്ങിലായിട്ട് നമുക്ക് സെർച്ച് ബാർ കാണാവുന്നതാണ്. ഈ കാണുന്ന ഭാഗമാണ് സെർച്ച് ബാർ. അനേകം ഫോൾഡറുകളും ഫയലുകളുമുള്ള ഒരു ഡോക്യുമെൻ്റാണ് ഫോൾഡറാണ് ഇത്. ധാരാളം വിവിധ തരത്തിലുള്ള ഡ്രോയിങ്സ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നിന്നൊരു പെട്ടെന്ന് നമുക്ക് ഒരു പ്രത്യേക തരത്തിലുള്ളത് മാത്രം കണ്ടെത്താനായിട്ടുള്ള സംവിധാനമാണ് സെർച്ച്. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിന് അനുബന്ധമായിട്ടുള്ള സംഗതികൾ വരും. ഉദാഹരണമായിട്ട് നമുക്ക് കുറച്ച് പിക്ചറുകളാണ് നോക്കണ്ടെങ്കിൽ നമ്മൾ പിക്ചേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത് തുടങ്ങാം. പിക്ചേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യാം. എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിക്ചർ മാത്രം ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും. താഴത്ത് കാണുന്നതെല്ലാം പിക്ചറുകളാണ്. ഇതുപോലെ തന്നെ ഇതിൽ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്സ് എന്ന് സെലക്ട് ചെയ്തോളൂ. ഡോക്യുമെൻറ്റ്സ് എക്സ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ എല്ലാ വേർഡ് ഡോക്യുമെൻറ്റ്സും ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കാണാം. ഇനി എക്സലിൻ്റെ സ്പ്രെഡ്ഷീറ്റാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സ്പ്രെഡ്ഷീറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ എക്സൽ എന്നോ സ്പ്രെഡ്ഷീറ്റ് എന്നോ ടൈപ്പ് ചെയ്യുക. അപ്പോൾ എക്സലിൻ്റെ ഫയലുകൾ മാത്രമായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. ഇനി ഇതിൽ പാട്ടുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡ്രോയിങ്സ് ആണ് വേണ്ടെങ്കിൽ ഡ്രോയിങ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. DRAWING. അപ്പോൾ ഡ്രോയിങ്ങുകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ആയിട്ട് കിട്ടും. ഇനി മറ്റൊരു രീതി ഇതിൻ്റെ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ ഉപയോഗപ്പെടുത്തുന്നതാണ്. എന്താണ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ? ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ ഫയലിൻ്റെ പേരിന് ശേഷവും ഡോട്ട് ഇട്ടുകൊണ്ട് 3 അക്ഷരങ്ങൾ, ചിലപ്പോൾ 4 അക്ഷരങ്ങൾ ആഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അതിനെയാണ് ഫയൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഈ എക്സ്റ്റൻഷൻ വ്യത്യസ്ത ഫയലുകൾക്ക് വ്യത്യസ്ത എക്സ്റ്റൻഷനുകളാണുള്ളത്. ഇപ്പോൾ ചിത്രങ്ങളാണെങ്കിൽ അതിൻ്റെ എക്സ്റ്റൻഷൻ JPG എന്നും, പാട്ടാണെങ്കിൽ അതിൻ്റെ MP3, വേവ്, അങ്ങനെ ഒരുപാട് ഫോർമാറ്റുകളിലായിട്ട് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ചിത്രങ്ങളാണ് വേണ്ടതെങ്കിൽ സ്റ്റാർ ഡോട്ട് എന്നടിക്കാം. സ്റ്റാർ എന്നാൽ കമ്പ്യൂട്ടർ ഭാഷയിൽ ഓൾ എന്നാണ് അർത്ഥം. സ്റ്റാർ ഡോട്ട് JPG എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിത്രങ്ങൾ മാത്രം ലിസ്റ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി ഇതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് മാത്രമാണ് വേണ്ടെങ്കിൽ star.doc എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് മാത്രം ഡിസ്പ്ലേ ചെയ്യുന്നതായിട്ട് കാണിക്കും. ഇനി എക്സൽ ഫയലുകളാണ്, ടെക്സ്റ്റ് ഫയലുകളാണ്, അല്ലെങ്കിൽ ഡ്രോയിങ്സ് മാത്രമാണ് കാണണമെങ്കിൽ DWG ഡ്രോയിങ്സ് ഫയൽ മാത്രം ഡിസ്പ്ലേ ചെയ്തിട്ട് കാണിക്കും. എല്ലാം കാണിക്കാനായിട്ട് ഒന്നുകിൽ ഇത് ഓഫ് ചെയ്തിടുക, അല്ലെങ്കിൽ star.star എന്ന് അടിച്ചു കഴിഞ്ഞാൽ വരും. മറ്റൊരു സംഗതി, ഇതിൽ ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും ഇതാക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന ഫയലിൻ്റെ ആദ്യത്തെ അക്ഷരം അടിക്കുമ്പോൾ തന്നെ, ഇപ്പോൾ ഡിക്ഷണറി ആണെന്നുണ്ടെങ്കിൽ D പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ ലൊക്കേറ്റ് ചെയ്ത് അടുത്ത D ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത Dയിലേക്ക് പോകും. ഡിയിലേക്ക് മാത്രമായിട്ട് D പ്രസ് ചെയ്യുമ്പോൾ Dയിലേക്ക് മാത്രമായിട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി J പ്രസ് ചെയ്യുമ്പോൾ Jയിൽ മാത്രമായിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. H പ്രസ് ചെയ്യുമ്പോൾ Hൽ മാത്രമായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ പേരറിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ ഉള്ളിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു അക്ഷരം പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉടനെ നമുക്ക് അതിലേക്ക് പെട്ടെന്ന് എത്താനായിട്ട് സാധിക്കും.